ദിവസം 6 മണിക്കൊന്നും അത്ര നേരത്തെ തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും തെല്ല് പുലർന്നിട്ട് മാത്രമേ ഒരു 8 മണി 9 മണിയോടെ തന്നെ മാത്രമേ എന്തായാലും ശ്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഡ്രോൺ ബേസ്ഡ് സംവിധാനത്തിന്റെ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയൂ. അത് കാർവാറിൽ നിന്ന് അതിന്റെ ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് അത് ഉച്ചയാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിനുശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഡിറ്റക്ഷന്റെ കാര്യമുള്ളത്. പക്ഷെ ഇപ്പോൾ നേവി ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് അത് ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്ന ഒരു ആശ്വാസം അത് നിസ്സാരമല്ല. കാരണം ഈ 12 കിലോമീറ്റർ തിരൂരിൽ നിന്നും അറബിക്കടലിലേക്ക് ഈ നദി ചെന്ന് ഗംഗാവല്ലി നദി അറബിക്കടലിലേക്ക് ചെന്നെത്തുവോളം ഉള്ള ആ പ്രദേശങ്ങളിൽ മുഴുവൻ തെരച്ചിൽ നടത്തുന്ന ദിവസങ്ങളായിരുന്നു പോയത്. എന്നാൽ അതിനപ്പുറത്ത് ഇപ്പോൾ വളരെ കൃത്യമായി ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തുന്നു. അത് വലിയൊരു നേട്ടമാണ്. അത് വളരെ ശാസ്ത്രീയമായ ഒരു വലിയ നേട്ടമാണ്. അത് കണ്ടെത്താൻ കഴിയുമ്പോൾ ഇനി വലിയ ഒരു ക്യാൻവാസിന് പകരം ഈ ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താനാകും. അപ്പോഴും ഒരുപാട് തടസ്സങ്ങളും കടമ്പകളും ഒക്കെ ഇനി ബാക്കി കിടക്കുന്നുണ്ട്. കാരണം ഞാനത് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാകും എന്ന് കരുതുന്നു. കാരണം ലോറിയുടെ അവസ്ഥ എന്താണ്, ഈ ട്രക്കിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കടമ്പകൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. അത് പൊന്തിച്ചെത്തുമ്പോഴത്തെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ആ തടസ്സങ്ങളൊക്കെ ഇനിയും എത്രത്തോളം ഈ കടുത്ത പ്രതികൂലമായ ഒരു കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് ഈ പ്രതിസന്ധികളെ എത്രത്തോളം അതിജീവിക്കാം എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. നാളെ കൂടി നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷേ അത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് ഇപ്പോഴും കാലാവസ്ഥ ഈ വിധത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇനിയും എത്ര നേരം എടുക്കും എന്നുള്ളത് തീർച്ചയായും കണ്ടറിയണം. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ വരും ദിവസങ്ങളിൽ മാത്രമേ, എന്തായാലും നാളത്തോടു കൂടി മാത്രമേ അറിയാനാവൂ. പക്ഷേ അപ്പോഴും ദിവിഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നു. ഏറ്റവും ആധുനികമായ യന്ത്ര സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ 10 ദിവസവും, ഈ കഴിഞ്ഞ 10-12 ദിവസമായി ഈ മേഖലയിൽ, കഴിഞ്ഞ 2 ആഴ്ചയായി എന്ന് തന്നെ പറയാം, കനത്ത മഴയാണ് എല്ലാ ദിവസവും ആഞ്ഞു പെയ്യുന്നത്. അതാണ് ഇത്തരം ഒരു അപകടത്തിന് ഇടയാക്കിയത്. ആ അപകടത്തിന് ശേഷവും കലി തീരാതെ പ്രകൃതി പെയ്ത് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച, മനുഷ്യനും പ്രകൃതിയും മുഖാമുഖം നിൽക്കുന്നുവെന്ന് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞത് ഓരോ നിമിഷവും ഇവിടെ അനുഭവിക്കുകയാണ്. ഒരു വശത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും മണ്ണട്ടികൾ അടർന്നു വീഴാം, വീണ്ടും മലയിടിച്ചിൽ ഉണ്ടായേക്കാം എന്നുള്ള ആശങ്ക ഒരു വശത്ത്, അതോടൊപ്പം നദി കുത്തിത്തിരിഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന ഒഴുക്ക് മറുവശത്ത്. ആ പ്രദേശത്ത് മുഴുവൻ ഒറ്റ നദി എന്ന് പറയുന്നതിനപ്പുറത്ത് ഗംഗാവലിയിലേക്ക് ഒരുപാട് നദികൾ അറബിക്കടലിൽ പതിക്ക് മുമ്പായി വന്നു ചേർന്ന് ഈ മഴക്കാലത്തെ പ്രളയത്തിന്റെ കുത്തൊഴുക്ക് പൂർണ്ണമായും അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അതും ഈ തെരച്ചിലിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നദിയിലെ ചുഴികളും കുത്തൊഴുക്കും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഏറെ നിറഞ്ഞ പ്രദേശമാണ്, കലങ്ങിയ വെള്ളമാണ്. ആ സാഹചര്യത്തിൽ ഈ തെരച്ചിൽ വളരെ ദുഷ്കരമാകുന്നുണ്ട്. പക്ഷേ പുതിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നദിയുടെ അടിത്തട്ട് തൊടാനാകും എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ നമുക്കുണ്ട്. അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഉദ്ദേശിക്കുന്ന ആ ബിന്ദുവിൽ തന്നെ അതുണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമാകുന്നത് ദിവിഷ്. ശരിയാണ്. നമ്മൾ ആത്മവിശ്വാസത്തോടെ സധൈര്യം മുന്നോട്ട് പോവുക തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ആ വാഹനം കണ്ടെത്തുക എന്നത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നെങ്കിൽ പിന്നീട് ആ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് ഒരു കൃത്യമായ മറുപടി നൽകുക എന്നതിൻ്റെ ലക്ഷ്യത്തിലാണ് ഈ പരിശോധനകളൊക്കെ നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 9ാം ദിവസമാണ്. ഈ 16-ാം തീയതി രാവിലെ 8:30 നടന്ന അപകടമാണ്. ഇന്ന് ഈ 9ാം ദിവസം ഉച്ച കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വിവരം, നിർണായകമായ ഒരു വിവരം, ഈ വാഹനം എവിടെയുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു നിമിഷം സംജാതമാകുന്നത്. അതുവരെ അവ്യക്തമായ രീതിയിൽ, അല്ലെങ്കിൽ പല വഴിക്ക് പോയ രക്ഷാദൗത്യം, പല രീതിയിൽ പോയ തിരച്ചിൽ, അതിനൊടുവിൽ പുഴയിൽ തന്നെയാണ് ഈ വാഹനമെന്ന് നാവികസേന കൂടി ഉറപ്പിക്കുകയാണ്.